നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വെൺപകലിൽ യുവതിയെ വീട്ടിൽ കയറി വെട്ടിയ സംഭവത്തിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ സുഹൃത്തിനെ കോടതി റിമാൻഡ് ചെയ്തു. കൊടിങ്ങാവിള കോട്ടപ്പുറം കരയ്ക്കാട്ടുവിള വീട്ടിൽ സച്ചു എന്ന് വിളിക്കുന്ന 30-കാരനായ വിപിനാണ് റിമാൻഡിലായത്. ഇരുവരും തമ്മിലുള്ള സ്നേഹബന്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന് യുവതി ആവശ്യപ്പെട്ടതിനെ തുടർന്നുണ്ടായ വൈരാഗ്യമാണ് വെട്ടിപ്പരിക്കേൽപ്പിക്കാൻ ഇടയാക്കിയതെന്നാണ് പ്രതി പോലീസിനോട് വ്യക്തമാക്കിയത്. ബന്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന് വീട്ടുകാർ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് പ്രതി നേരത്തെയും യുവതിയുടെ വീട്ടിലെത്തി ജീവനൊടുക്കാൻ ശ്രമിച്ചിരുന്നുവെന്ന് പോലീസ് പറയുന്നു. വിപിൻ ടിപ്പർ ലോറി ഡ്രൈവറാണ്. വെൺപകൽ പ്ലാവുടുമ്പ് പുത്തൻ വീട്ടിൽ ശ്രീകണ്ഠൻ നായരുടെയും പ്രസന്നകുമാരിയുടെയും മകൾ സൂര്യഗാത്രിയാണ് വെള്ളിയാഴ്ച ഉച്ചയോടെ പ്രതി വെട്ടുകത്തി കൊണ്ട് ഗുരുതരമായി വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. ഇരുവരും വർഷങ്ങളായി സ്നേഹത്തിലായിരുന്നു. ഈ ബന്ധം കാരണം യുവതിയെ ഭർത്താവ് ഉപേക്ഷിക്കുകയും ചെയ്തു. ഇക്കാരണത്താൽ പ്രതിയുടെ ഭാര്യ പിണങ്ങിപ്പോയിരുന്നു. കരമനയിലെ സ്വകാര്യ ആശുപത്രിയിലെ ക്യാന്റീൻ ജീവനക്കാരിയാണ് 28-കാരിയായ യുവതി. വെള്ളിയാഴ്ച ഉച്ചയോടെ വീടിന്റെ ടെറസിൽ തുണി വിരിച്ചുകൊണ്ടിരുന്ന സൂര്യഗായത്രിയെ വെട്ടുകത്തി കൊണ്ട് പ്രതി വെട്ടുകയായിരുന്നു. വെട്ടേറ്റ് വീണ യുവതിയെ പ്രതി തന്നെയാണ് ബൈക്കിലിന് പിന്നിലിരുത്തി ആശുപത്രിയിൽ എത്തിച്ചത്. പിന്നീട് അവിടെ നിന്ന് മുങ്ങിയ പ്രതിയെ മണിക്കൂറുകൾക്കകം പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഗുരുതര പരിക്കേറ്റ യുവതി അപകടനില തരണം ചെയ്തതായി പോലീസ് അറിയിച്ചു. വെട്ടേറ്റ സൂര്യയെ തോർത്തുകൊണ്ട് ശരീരത്തോട് ചേർത്ത് കെട്ടി ബൈക്കിൽ നെയ്യാറ്റിൻകര ആശുപത്രിയിൽ ഉപേക്ഷിച്ച ശേഷം കടന്നുകളഞ്ഞ പ്രതിയെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. സൂര്യയെ സച്ചു വെട്ടിപ്പരിക്കേൽപ്പിച്ച സമയത്ത് വീട്ടിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നാലെ കൈക്കും കാലിനും കഴുത്തിനും വെട്ടിയിട്ട് രക്തം വാർന്നൊലിച്ച സൂര്യയുമായി പ്രതി തന്നെയാണ് ബൈക്കിൽ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ആശുപത്രി കവാടത്തിന് മുന്നിൽ ബൈക്ക് മറിഞ്ഞതിനെ തുടർന്ന് സൂര്യ എടുത്തുകൊണ്ടുപോയി ആശുപത്രിയിൽ ഉപേക്ഷിച്ച ശേഷം സച്ചു കടന്നുകളയുകയായിരുന്നു. പിന്നീട് സൂര്യയെ പോലീസും ആശുപത്രി അധികൃതരും ചേർന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. സച്ചു സൂര്യയെ നിരന്തരം ശല്യപ്പെടുത്തിയിരുന്നുവെന്നാണ് വിവരം. സൂര്യ തനിക്കൊപ്പം വരണമെന്ന് 2 ആഴ്ച മുമ്പ് സച്ചു ആവശ്യപ്പെട്ടു. എന്നാൽ സൂര്യ തയ്യാറായില്ല. പിന്നാലെ പ്രതി സൂര്യയുടെ വീട്ടിലെത്തി ആത്മഹത്യാശ്രമം നടത്തി. വീട്ടുകാർ തടഞ്ഞു തിരിച്ചയക്കുകയായിരുന്നു. സൂര്യ ഏറെ നാളായി ഭർത്താവുമായി അകന്നു കഴിയുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് സച്ചു യുവതിയെ നിരന്തരം ശല്യപ്പെടുത്തി തുടങ്ങിയത്. ഭർത്താവുമായി അകന്നു കഴിയുന്ന സൂര്യഗായത്രിയുടെ വീട്ടിലെത്തിയ വിപിൻ വാക്കേറ്റത്തിൽ ഏർപ്പെടുകയും മർദ്ദിക്കുകയും ചെയ്തു. പിന്നീടാണ് വെട്ടുകത്തി ഉപയോഗിച്ച് വെട്ടിയത്. രക്ഷപ്പെട്ട് ഓടി ടെറസിൽ കയറിയെങ്കിലും പിന്തുടർന്നെത്തി ആക്രമിക്കുകയായിരുന്നു. ടെറസിൽ നിന്ന് വലിച്ചിഴിച്ച് താഴെ എത്തിച്ചു. യുവതിയുടെ കാലിലും കയ്യിലും ഉൾപ്പെടെ ഒട്ടേറെ മുറിവുകളാണുള്ളത്. വിപിൻ തന്നെയാണ് ബൈക്കിൽ സൂര്യഗായത്രിയെ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ എത്തിച്ചത്. ആശുപത്രിയുടെ മുന്നിലെ റോഡിൽ എത്തിയപ്പോഴേക്കും യുവതിയുടെ ബോധം നഷ്ടപ്പെട്ട് ബൈക്കിൽ നിന്ന് വീണു. പരിഭ്രമത്തിലായ വിപിൻ അവിടെ നിന്ന് കടന്നു കളയുകയായിരുന്നു. അമ്മയോടൊപ്പമാണ് സൂര്യഗായത്രി താമസിക്കുന്നത്. മറ്റൊരാളുമായി സൗഹൃദമുണ്ടെന്ന പേരിലാണ് തർക്കമുണ്ടായതെന്നാണ് പോലീസ് നൽകുന്ന വിവരം. സച്ചു വിവാഹിതനാണെങ്കിലും ഏറെ നാളായി ഭാര്യയുമായി അകന്നു കഴിയുകയാണ്. ഇതിനിടെയാണ് സൂര്യയുമായി അടുപ്പത്തിലായത്. ഇരുവരും വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു അത്രേ. എന്നാൽ അടുത്തിടെ സൂര്യഗായത്രി മറ്റൊരാളെ വിവാഹം കഴിക്കാൻ ശ്രമിക്കുന്നുവെന്ന് സച്ചുവിന് സംശയമായി. ഫോണിൽ സുഹൃത്തിനോട് സംസാരിച്ചുകൊണ്ടിരിക്കെയാണ് വിപിൻ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. സൂര്യയെ പ്രതി നിരന്തരം ശല്യപ്പെടുത്തി. തനിക്കൊപ്പം വരണമെന്ന് പറഞ്ഞ വിപിൻ 2 ആഴ്ച മുമ്പും സൂര്യഗായത്രിയുടെ വീട്ടിലെത്തി ബഹളം വെച്ചു. പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം വീട്ടിലെത്തി ആക്രമിച്ചത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.